ഹായ്, വെൽക്കം ടു ചാനൽ. നമുക്ക് വേറൊന്നുമില്ല, എളുപ്പം ഒരു കാര്യങ്ങൾ പറയാം. വേറൊന്നുമല്ല, നമുക്കൊരു പോർക്ക് കറി, അതായത് എല്ലാവരുടെ രീതിയിൽ ഇതിലും ഡിഫറെൻ്റ് ആണ് എൻ്റെ രീതി. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ, ഇത് വാ, ഇതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓൾറെഡി പാൻ ചൂടാണ്. ഞാൻ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ഇവിടെ അല്ല കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെറും മസാല ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് നമ്മൾ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇടുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടാണ് നമ്മൾ പോർക്ക് വേവിച്ച് വെച്ചാണ്. അപ്പോൾ 2 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മസാല. ആ മൂത്ത് വന്ന മസാല സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചി ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് അടുത്തത് വെളുത്തുള്ളിയാണ്. അതൊന്ന് മൂത്ത് വരട്ടെ ആദ്യം. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ നീരും കാര്യങ്ങളൊക്കെ ആ എണ്ണയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഞങ്ങൾ ഫുള്ളായിട്ട് ഇടുന്നത്. ഞാൻ അരിഞ്ഞ് യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് കഴിക്കുമ്പോൾ ഒരു വെളുത്തുള്ളി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇടുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതെന്തുമാത്രം സക്സസ് ആവും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു രീതിക്ക് ഞാൻ പോർക്ക് കറി വെക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നോക്കാം മാക്സിമം എത്രമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളത്. ആ വെളുത്തുള്ളി ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് സെറ്റപ്പായി വരുമ്പോഴേക്കും നമുക്ക് എന്താ പച്ചമുളകാണ് ഇടേണ്ടത്. ഓൾറെഡി പോർക്ക് നമ്മൾ വേവിച്ച് മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോർക്ക് വരട്ട് ഫ്രൈ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് തേങ്ങയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് എന്താണ് മുൻകൂർ ഇടാത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. പച്ചമുളക് പെട്ടെന്ന് ഇതായി പോകും, ഫ്രൈ ആയി പോകും. അപ്പോഴത്തേക്കും തേങ്ങ ഫ്രൈ ആകാനുള്ള കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് തേങ്ങ ഇടിയാണ്. തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. തേങ്ങ വെച്ചാൽ ഓവർ ഫ്രൈ ആകണ്ട, ജസ്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ ആ മൊത്തത്തിൽ പോർക്ക് ഇടുമ്പോഴേക്കും അതിൻ്റെ ഓർത്തേക്ക് കിടന്ന് വെന്തോളും തേങ്ങ. ഇപ്പം ജസ്റ്റ് ഒന്ന് ആ സ്ക്രിപ്പി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ആ ഒരു തേങ്ങ ഇടുന്നത്. നമുക്ക് പച്ചമുളക് ഇടാം. തേങ്ങ അത്യാവശ്യം ഒന്ന് ആയി വന്നിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ആകെ 2 ഇടണുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ പച്ചമുളക് പെട്ടെന്ന് അത് ഇതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് വരിക. പിന്നെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ 2 ഇടുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ കറിവേപ്പില വേണം. അതിപ്പോഴല്ല, ലാസ്റ്റ് മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 കറിവേപ്പില മാത്രം. ഫുഡ് കറിക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഒന്നും എല്ലാം ആയി വരുന്ന സമയം കൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ മതി. നമുക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ മതി. കാരണം കൂടുതൽ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അത്യാവശ്യം വലിയ കഷ്ണത്തിലാക്കി ഇട്ടേക്കണേ. ഇത് നല്ല വലിയ കഷ്ണമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സവോള ഇടാം. സവോള ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം സവോള ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു വരട്ടെ. സവോള നന്നായിട്ട് വാടണം. മാക്സിമം ഉടയാൻ പറ്റുന്ന അത്രയും ഉടഞ്ച് നല്ല രീതിക്ക് അത് വാടിയെടുക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചുമ്മാ സവോള ഒരു ഹാഫ് ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നമ്മൾ സവോളയുടെ ആ ഒരു ജ്യൂസിക്കാരനായിരിക്കും നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, പോർക്കിനൊക്കെ ഉള്ള നീര് ഇറങ്ങാനുള്ള ഇതോ പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ സവോള അത്യാവശ്യം നല്ല രീതിക്ക് മുരിഞ്ഞ് നല്ല വാടി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ജസ്റ്റ് കണ്ടോ.
അല്ലേ? നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് വേണ്ടത്. ഇനി നമുക്കെന്ന് വെച്ചാൽ കുറച്ച് മസാല. ഞാൻ ഡയറക്റ്റ് മസാല ചേർക്കാറില്ല, വറുത്തിട്ടാണ് മസാല ഇടുന്നത്. കാരണം ഇല്ലെങ്കിൽ ആ പച്ച മണം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ജീരകം, അതും ചെറിയൊരു ടീസ്പൂണാണ്. മല്ലി, ഗരം മസാല, ഇത് ബീഫ് മസാലയാണ്, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ അളവിന് ആവശ്യത്തിലുള്ള അനുസരിച്ച് ഇട്ടോണം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഇടുന്നതാണ്. കാരണം വീട്ടിലെ അമ്മമാർക്കാണ് ഇതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഞങ്ങൾ ആമ്പിള്ളേർക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. എൻ്റെ ഇത് രീതി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്തിടുന്നുള്ളൂ കേട്ടോ. അതെ, ഇത് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറ. മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിടണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോയിലും പോരായ്മകളുണ്ടാവും, ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം നമുക്കറിയാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ നമ്മളെ ഞായറാഴ്ച ഈസ്റ്റർ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് എന്തായാലും പോർക്ക് വെക്കാം. അങ്ങനെ പോർക്ക് മേടിച്ചതാണ്. ഓൾറെഡി പോർക്ക് വേവിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പോർക്ക് വേവിച്ച് മസാല ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. അത്യാവശ്യം നല്ലപോലെ ഫ്രിഡ്ജിൽ ഫ്രീസ് ആയിരിപ്പുണ്ട്. ഞാൻ മസാല ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒന്ന് പൊക്കോട്ടെ. ഈ മസാല ഒരു ഈ ട്രസ്റ്റർ കളർ മാറിയിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ തന്നെ, അതുവരെ ഒന്ന് മസാല ഒന്ന് ചൂടായിക്കോട്ടെ. ഇവിടെ മസാലപ്പൊടി മൂത്തറുണ്ട്, ഇത്രയും മൂത്താൽ മതി. ഇനി അത് ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഓടിയോ ഒരു കുറച്ച് ഉപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പോർക്കിൽ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ അളവിന് ഇത് ഇത്രയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമുക്ക് പോർക്ക് ഇടാം. അതിൻ്റെ അകത്തേക്ക് പോർക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ടില്ലേ, അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പോർക്കിൽ ഓൾറെഡി നമ്മൾ ഫ്രീസറിലായിട്ടുള്ള പോർക്കാണ് റീസ്റ്റോസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇത് കണ്ടില്ലേ, ഇത്രയും ഗ്രേവി കിടപ്പുണ്ട്. ഈ ഗ്രേവിയുടെ ആവശ്യം നമുക്കില്ല. ഗ്രേവി മാക്സിമം വരട്ടിയെടുക്കണം നമുക്ക്. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് നമ്മൾ ഫുള്ളത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ഇതാകട്ടെ കേട്ടോ. നല്ല ചൂട്. എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 2 അല്ലി കറുവേപ്പില എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കുത്തലൊക്കെ പെട്ടെന്ന് ആറ് കിട്ടാൻ വേണ്ടിയാണ്. ഓൾറെഡി നമ്മൾ വറുത്തിട്ടിട്ടുണ്ട്, അതുകൂടാണ്ട് കുറച്ച് പച്ച ചുമ്മാ അതിൻ്റെ പുറമേ നിന്ന് തൊഴിയിടുവാണേ. നല്ല രീതിക്ക് നമ്മുടെ പോർക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ അകത്തേക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മല്ലിയിലയാണ് ഞാൻ യൂസ് ചെയ്യണ. മല്ലിയില നമ്മുടെ നാടൻ മല്ലിയാണ്, വീട്ടിലുണ്ടായ മല്ലിയില കേട്ടോ.
ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഇല. ഇതാണ് ഞങ്ങളുടെ നാടൻ മല്ലിയില. ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ വളർത്താവുന്ന സാധനമാണ്. ഞാൻ കടയിലെ മല്ലിയില അധികം യൂസ് ചെയ്യാറില്ല, ഇതായിരിക്കും നല്ലത്, ബെറ്റർ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിച്ചതാണ് ഉള്ളത്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ നമ്മുടെ പോർക്ക് ഫ്രൈ റോസ്റ്റ് റെഡിയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാംസം എടുക്കുമ്പോൾ അതിൽ ചെറിയൊരു ഗ്രേവിയാണ്, സെമി ആയിട്ടുള്ള ചെറിയൊരു ഗ്രേവി സ്ട്രക്ചർ ഉണ്ടാകും. എനിക്ക് അതാണ് ഇഷ്ടം. അല്ലാണ്ട് ഫുള്ള് ഫ്രൈ ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഇതുണ്ട് ചെറിയ ഗ്രേവി ടൈപ്പ് ഉണ്ടല്ലോ, ആ ഗ്രേവി ടൈപ്പ് എനിക്ക് കിട്ടണം. ഇനി നമ്മുടെ കറിവേപ്പില ഞാൻ പറഞ്ഞ കൂടുതൽ എന്താ വെച്ചാൽ, കറിവേപ്പില നമ്മുടെ പകുതി ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഇതുണ്ടാവും. അതാണ് എപ്പോഴും കറിവേപ്പില യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസ് ചെയ്യണം. എനിക്ക് കറിവേപ്പില ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അല്ലേ, നല്ല രസമായിട്ട് നമ്മൾ പീസായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പോർക്ക് ഫ്രൈ നമ്മൾ ഉപ്പ് ഇപ്പോൾ എക്സ്ട്രാ നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, പിന്നെ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഓവർ ഉപ്പിടാത്തത്. പിന്നെ എരിവ് നമ്മൾ അതിന് കുറച്ച് പച്ചമുളക് ഇട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചത്. പിന്നെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യസമമാണ്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇട്ടോണം. എൻ്റെ രീതി ഇങ്ങനെയാണ്. കാരണം എനിക്ക് ടേസ്റ്റിൽ കിട്ടുന്നത് വെച്ചാൽ ഞാൻ എരിവും പുളിയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് എരിവ് മാത്രം പോരാ, അല്ലെങ്കിൽ എരിവ് പാടില്ല, അങ്ങനെയുള്ളതല്ല. എനിക്ക് എരിവും പുളിയും എല്ലാം കറക്റ്റായിരിക്കണം. എനിക്ക് അതാണ് എനിക്കിഷ്ടം. ഓക്കെ, നമുക്ക് സാധനം ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പോർക്ക് ഫ്രൈ, അതായത് പോർക്ക് റോസ്റ്റ് ഫ്രൈ. ഞാൻ ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് എന്തൊക്കെയാണോ, നല്ല ചൂടുണ്ട് ഇടാം. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഇത് എനിക്കിഷ്ടമാണ്. ഞാൻ ഈ രീതിക്കാണ് കഴിക്കാറ്. ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഇതിൽ ഞാൻ മുൻകൂർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോന്ന് ക്ലിയർ ചെയ്തിട്ടോളാം. അപ്പോൾ വാച്ചിങ് മൈ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. കണ്ടിരുന്നോ?